ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വാഴയ്ക്ക നമുക്കിതിനെ ഒന്ന് മെഴുക്കുവരട്ടിയാക്കി എടുക്കാം. വാഴയ്ക്ക ഇങ്ങനെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള ചെറുതായി അരിഞ്ഞ് ഒരു സവോളയാണ് എടുത്തേക്കുന്നത്, കറിവേപ്പില, അതുപോലെ വെളുത്തുള്ളി. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വാഴയ്ക്ക മെഴുക്കുവരട്ടി ചെയ്യാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഈ പച്ചമുളക് ഉണ്ടെങ്കിൽ ഈ അവസരത്തിൽ എടുക്കുക. ഞാൻ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നിടം വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇതുപോലെയുള്ള ചട്ടിയിൽ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ മെഴുക്കുവരട്ടി അടി പിടിക്കാതെ നമുക്ക് നന്നായി വെന്ത് കിട്ടുകയും ചെയ്യും. ഇത് നോൺ സ്റ്റിക്ക് അല്ല. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് ഇളക്കുന്നുണ്ട്. മുളക് പൊടി നമ്മൾ വാഴയ്ക്ക വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ ഉപ്പ് ചേർക്കുക. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി കിട്ടട്ടെ. ഒരു മിനിറ്റ് നന്നായി സവോള ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഓരോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ഇത് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒന്നുകൂടെ മുളക് പൊടി ഒന്ന് പിടിച്ച് കിട്ടാനായി ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മിനിറ്റ് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാഴയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടപ്പെടും. അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക.